വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റ് അവതരിപ്പിച്ചേക്കും. ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. KCBCയും CBCIയും ബില്ലിനെ പിന്തുണച്ചത് പ്രതിപക്ഷത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. നിലവിൽ വഖഫ് നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭരണഘടനയ്ക്കും മതേതര മൂല്യങ്ങൾക്കും വിരുദ്ധമാണെന്ന് CBCI വ്യക്തമാക്കിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ലിസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിലും നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. നമുക്ക് എങ്ങനെ വിലയിരുത്താം? രോഹിണി, നമസ്തേ, ഗുഡ് മോർണിംഗ്. വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നുള്ള സൂചനകളും റിപ്പോർട്ടുകളുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ഒപ്പം കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം, ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതായത് ലോക്സഭയുടെ നടപടികളിൽ, പാർലമെന്റിന്റെ ലോക്സഭയിലെ രാജ്യസഭയിലോ നടപടിക്രമങ്ങളിൽ ബിൽ അവതരണം ലിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കൂ. എങ്കിലും നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം നാളെ ബിൽ അവതരിപ്പിച്ചേക്കും എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നാളെ അവതരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ലോക്സഭയിൽ എന്ത് നടപടികൾ പ്രതിപക്ഷം സ്വീകരിക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. നിലവിൽ ഘടകകക്ഷികൾ ഉൾപ്പെടെ ബിൽ അവതരിപ്പിക്കുമ്പോൾ അത് പാസ്സാക്കുന്നതിനുള്ള അംഗങ്ങളിലേക്ക് എത്തിക്കാൻ നിലവിൽ കേന്ദ്ര സർക്കാരിന് സാധിക്കും. പക്ഷേ മുൻപ് 2024 ഓഗസ്റ്റിൽ കിരൺ റിജിജു തന്നെ ഈ ബിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ രൂക്ഷമായി എതിർക്കുന്ന സമീപനമാണ് കോൺഗ്രസും DMKയും NCPയും ഉൾപ്പെടുന്ന പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിൽ സ്വീകരിച്ചത്. നിലവിൽ പക്ഷേ സാഹചര്യം വ്യത്യസ്തമാണ്. ഈ ബില്ലിന്റെ വിശദാംശങ്ങൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന രീതിയിലുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞു. KCBCയും CBCIയും ഉൾപ്പെടെയുള്ള കത്തോലിക് ബിഷപ്പുമാരുടെ കൂട്ടായ്മകൾ, ഒപ്പം മറ്റ് ന്യൂനപക്ഷ സംഘടനകൾ, പൊതുജനങ്ങൾ, മുനമ്പം ഉൾപ്പെടെ രാജ്യത്ത് വഖഫ് ബോർഡിന്റെ അനധികൃത ഭൂമി കയ്യേറ്റത്തിനെതിരെ സമരം ചെയ്യുന്നവർ, ഇവരെല്ലാം തന്നെ വഖഫ് നിയമത്തിൽ ഭേദഗതി അനിവാര്യമാണ് എന്ന പ്രതികരണവുമായി പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ ബില്ല് വീണ്ടും ലോക്സഭയിൽ എത്തുമ്പോൾ അത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ആ ബില്ലിനെ എതിർക്കണോ അതല്ലെങ്കിൽ ബില്ലിനൊപ്പം അനുകൂലിച്ച് നിൽക്കണോ എന്നുള്ളത് ഇതുവരെയും ഒരു വ്യക്തമായ പ്രതികരണം പലപ്പോഴും MP ഉൾപ്പെടെ നടത്തിയിട്ടില്ല. ഈ ബില്ലിനെ രൂക്ഷമായി എതിർക്കും എന്നുള്ളതാണ് CPM ഉൾപ്പെടെ ചില പാർട്ടികൾ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബില്ല് മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടാണ് വലിയൊരു നരേഷൻ ഇടത് പക്ഷവും ഒപ്പം കോൺഗ്രസും ഉൾപ്പെടെയുള്ളവർ ഈ ബില്ലിനെ എതിർക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. 2024 ഓഗസ്റ്റിൽ കിരൺ റിജിജു ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളുടെയും ആവശ്യം കൂടി അംഗീകരിച്ചുകൊണ്ടായിരുന്നു ബില്ല് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിട്ടത്. MP ജഗദാംബിക പാൽ അധ്യക്ഷനായിട്ടുള്ള സമിതിയും മാസങ്ങളോളം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മേഖലകൾ സന്ദർശിച്ചു. വഖഫ് ബോർഡ് പ്രതിനിധികളുമായും മുസ്ലിം സംഘടനാ പ്രതിനിധികളുമായും ഈ പ്രശ്നം നേരിടുന്നവരുമായും പൊതുജനങ്ങളുമായും നിരവധി തവണ കൂടിക്കാഴ്ചകൾ നടത്തുകയും വിശദമായ ചർച്ചകളും അവലോകനവും നടത്തി നേരത്തെ അവതരിപ്പിച്ച ബില്ലിന്മേൽ 14 മാറ്റങ്ങൾ കൂടി ശുപാർശ ചെയ്തുകൊണ്ട് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ഈ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പാർലമെന്റിൽ സമർപ്പിച്ചിരുന്നു. 14 മാറ്റങ്ങളാണ് ആദ്യം അവതരിപ്പിച്ച ബില്ലിൽ നിന്ന് വീണ്ടും സമിതി മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഈ ബില്ലിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ നിലവിൽ വഖഫ് ബോർഡിനുള്ള അനിയന്ത്രിതമായിട്ടുള്ള അവകാശങ്ങളും നിയമങ്ങളും, ഒരു ഭൂമി വഖഫിൻ്റെതാണെന്ന് വഖഫ് അവകാശവാദം ഉന്നയിച്ചാൽ പിന്നീട് വഖഫിന്റെ തന്നെ ട്രൈബ്യൂണലാണ് ആ ഭൂമി നിലവിൽ ഉടമസ്ഥാവകാശമുള്ള ആൾ അത് തൻ്റെതാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യതയുള്ളത്. അത്തരം കേസുകളിൽ 90% കേസുകൾ വഖഫിന് അനുകൂലമായി തന്നെ വിധി പ്രസ്താവം ഉണ്ടാവുന്നു. രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കപ്പുറത്തേക്ക് വഖഫ് ട്രൈബ്യൂണലിനും വഖഫ് ബോർഡിനും ഇതിൽ അനിയന്ത്രിതമായ അവകാശങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ ഘടനയുള്ളത്. അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് വഖഫ് ബോർഡിനെ തന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുകയും വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ കൃത്യമായി നിയമപരമായി സംരക്ഷിക്കുന്നതോടൊപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വഖഫ് ബോർഡിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുകയും വഖഫ് ബോർഡുമായി പ്രശ്നം നിലനിൽക്കുന്ന ഭൂമികൾ സർവേ ചെയ്യാൻ കളക്ടർക്കോ അല്ലെങ്കിൽ കളക്ടർ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥനോ അവകാശം നൽകിക്കൊണ്ട് വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുകയും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾക്കുള്ളിലേക്ക് വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കൊണ്ടുവരികയുമാണ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ നിലവിൽ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. നിലവിൽ വഖഫ് ബോർഡിൻ്റെ ചില വകുപ്പുകളും നിയമങ്ങളും അത്
അത് ഭരണഘടനയ്ക്കും മതനിരപേക്ഷതയ്ക്കും എതിരാണ് എന്നുള്ള പ്രഖ്യാപനവും പ്രതികരണവും CBSE ഉൾപ്പെടെയുള്ളവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനുള്ള ബില്ല് കൊണ്ടുവരുമ്പോൾ അത് മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ മുസ്ലിം മതത്തിനെതിരാണ്, ഈ മതമൂല്യങ്ങൾ തകർക്കുന്നതും മതവികാരം വ്രണപ്പെടുത്തുന്നതുമാണ് എന്ന പ്രതികരണം നടത്തിക്കൊണ്ടൊരു വലിയ പ്രതിഷേധങ്ങൾക്ക് OIC ഉൾപ്പെടെയുള്ള തീവ്ര മുസ്ലിം സംഘടനകളും OICയുടേത് ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളും ഒപ്പം അതിൽ കോൺഗ്രസും CPM ഉൾപ്പെടെ പങ്കുചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇതിന് സമാനമായ പ്രതികരണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. രാജ്യത്ത് കേന്ദ്ര സർക്കാർ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ ആ പൗരത്വ നിയമ ഭേദഗതി രാജ്യത്തെ മുസ്ലിമുകളെ മുഴുവൻ ഭാരതത്തിൽ നിന്ന് പുറത്താക്കാനാണെന്നും മുസ്ലിമുകൾക്ക് പൗരത്വം നഷ്ടപ്പെടുമെന്ന വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട് പലയിടങ്ങളിലും പ്രതിഷേധവും സംഘർഷവും ഡൽഹിയിൽ ഉൾപ്പെടെ അതൊരു വലിയ കലാപം, 50-ലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന കലാപത്തിലേക്കും പോകുന്ന ഒരു വ്യാജ പ്രചാരണം രാജ്യത്തുടനീളം നടത്തിയിരുന്നു. അന്ന് മുസ്ലിമുകൾക്ക് പൗരത്വം നഷ്ടപ്പെടും എന്ന വ്യാജ പ്രചാരണം നടത്തിയായിരുന്നു ഈ പ്രതിഷേധം സംഘടിപ്പിച്ചതെങ്കിൽ നിലവിൽ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അത് മതസ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന പ്രചാരണം നടത്തിക്കൊണ്ടാണ് അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും 14 ശുപാർശകൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് വീണ്ടും ഈ ബില്ല് രൂപകൽപ്പന ചെയ്തിട്ടായിരിക്കും കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ഈ ബില്ല് നിയമസഭയിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നാളെ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ഇതുവരെ ഔദ്യോഗികമായി ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഒപ്പം CBSEയുടെയും KCBCയുടെയും എല്ലാം തന്നെ ആഹ്വാനം, ഈ ബില്ലിനെ എല്ലാ MP-മാരും ഒരുമിച്ച് നിന്ന് പിന്തുണച്ച് പാർലമെന്റിൽ വോട്ട് ചെയ്യണമെന്ന ആഹ്വാനത്തെ കിരൺ റിജിജു ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ അനുകൂലിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.